ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാവിനെക്കുറിച്ച് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 23 അധ്യായം 13 തിരുവചനം പറയുന്നത്, അസഭ്യ ഭാഷ ശീലമാക്കരുത്. ചില സിനിമയിൽ കാണുന്നത് പോലെ ചീത്ത വാക്കുകൾ പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നുണ്ട്. അത് കേട്ടിട്ടും കുട്ടികളുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും സ്ഥിരം ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് ശ്രമിക്കാം. എൻ്റെ കൂടെ ചെറുപ്പകാലങ്ങളിൽ പഠിച്ച ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ കണ്ടുമുട്ടി സ്നേഹത്തോടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ചീത്ത വിളിച്ചുകൊണ്ടാണ് സ്വാഗതം ചെയ്യുന്നത്. ഒരു വാക്കിൽ തന്നെ ഒരു 5-6 ചീത്ത വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കേട്ടു നിൽക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശൈലിയായിട്ട് അദ്ദേഹം അതങ്ങനെ കൊണ്ടു നടക്കുകയാണ്. തിരുവചനം പറയുന്നത്, പ്രഭാഷകൻ 23:13 നമ്മൾ കണ്ടു, ചീത്ത വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത്, അത് പാപമാണ്. അവനെ നിയന്ത്രിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ചീത്ത വാക്കുകൾ കടന്നു വരാതിരിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നാവിനെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.